കുഞ്ഞിച്ചോ മിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 5 എപ്പിസോഡ് 15 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, ഇനി ഒരു 10-15 ചാപ്റ്ററും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സീസൺ 5 ഒഫീഷ്യലി അവസാനിക്കുന്നതായിരിക്കും. അത് കഴിയുന്നിടത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മാൻഹോ റിലീസ് ചെയ്തിട്ടില്ല. സോ അത് റിലീസ് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനായിട്ട് സാധിക്കത്തുള്ളൂ. അതേപോലെ തന്നെ അത് വീണ്ടും റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ വീക്കിലി ഒരു ചാപ്റ്റർ എന്ന രീതിയിലായിരിക്കും റിലീസ് ആനായിട്ട് പോകുന്നത്. സോ നമ്മളിപ്പോൾ സോളോ ലെവലിംഗ് റാഗ്നറോക്ക് എങ്ങനെയായിരിക്കും കൊണ്ടുപോകുന്നത് അതേപോലെ ആയിരിക്കും സീസൺ 6 റിലീസ് ആകാൻ നേരത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതുമാത്രമല്ല TVT കഴിഞ്ഞ് ഞാൻ എന്ത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഒരു പോൾ ഇട്ടിരുന്നു. അതിന് ഏറ്റവും കൂടുതൽ പോൾ വന്നിരിക്കുന്നത് നമ്മുടെ നാനോ മെഷീനാണ്. അത് കഴിയുമ്പോൾ ലുക്കിസത്തിനാണ്. സോ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ എന്താണ് വേണ്ടത്? കാര്യം എല്ലായിടത്തും ലുക്കിസത്തിൻ്റെ കമൻറ്റ് കാണാൻ സാധിക്കും, പക്ഷേ പോളിൻ്റെ അത് വളരെ പുറകിലേക്കാണ്. സോ ഒന്നുകൂടെ ഞാനൊരു പോൾ ഇടാവുന്നതാണ്. സോ നിങ്ങൾ തന്നെ പറ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന്. അങ്ങനെ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ അവസാനം ടെസിയുടെ അച്ഛനും അമ്മയും ബാക്കിയുള്ളവർ എല്ലാവരും കൂടെ തന്നെ കാണാനായിട്ട് വന്നിരുന്നു. സോ ഇനി എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ടെസിയുടെ അച്ഛൻ പറയുന്നുണ്ട്, ഞങ്ങൾ ജസ്റ്റ് നിന്നെ ഒന്ന് നോക്കാനായിട്ട് വന്നതാണ്, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ പിന്നെ വരാം, ടെസിനെ ഞങ്ങൾ പിന്നെ കണ്ടോളാന്ന് പറഞ്ഞിട്ട് അവർ നേരെ അവിടുന്ന് പോകുവാണ്. ഈ സമയത്ത് തന്നെ വിരയൻ പറയുന്നുണ്ട്, എനിക്കെന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ നിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഫുൾ റിപ്പോർട്ട് ആവശ്യമുണ്ട്. പക്ഷേ ഞാനിവിടെ വരുന്നതിന് മുമ്പ് തന്നെ നിന്നെ കാത്ത് ഇവിടെ ഒരാൾ നിപ്പോണ്ട്. അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ എലിയായിരുന്നു. ഈ സമയത്ത് തന്നെ ആർത്തർ വിളിക്കുന്നുണ്ട്, എലി ഇങ്ങുവാ. അടുത്ത സെക്കൻഡ് തന്നെ ഓടിച്ചെന്ന് അവൾ ആർത്തറിനെ കെത്തിപ്പിടിക്കും. ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയാവോ? നിന്നെ കണ്ടിട്ട് നീ മരിക്കാൻ പോകുന്ന പോലെ ആയിരുന്നു പറഞ്ഞുകൊണ്ട് ആർത്തറിനെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുവാണ്. നീ പേടിക്കണ്ടടി, ഞാൻ മരിച്ചാൽ ഒരു പ്രേതമായി വന്ന് ഞാൻ നിന്നെ പേടിപ്പിച്ചോളാം, നിന്റെ പുറകെ നടക്കുന്ന ബോയ്സിനെ ഞാൻ പേടിപ്പിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ നേരെ ചെല്ലും. എന്നിട്ട് പതുക്കെ ആർത്തർ അവിടുന്ന് എഴുന്നേക്കാനായിട്ട് നോക്കും. എലി, തൽക്കാലത്തേക്ക് നീ ഒരു കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി തരുമോ? ഞാനെന്തായാലും ഉടനെ തന്നെ നിൻ്റെ അടുത്തേക്ക് വരാം. ഓക്കെ, പക്ഷേ ഇത്രയും പെട്ടെന്ന് വന്നതെന്ന് പറഞ്ഞിട്ട് എലി ഇവിടുന്ന് പോകുന്നുണ്ട്. നിനക്ക് സത്യം പറഞ്ഞാൽ നല്ല ഭാഗ്യമുണ്ടെന്ന് വേണം പറയാനായിട്ട്. ഇത്ര രീതി നീ റിക്കവർ ചെയ്തില്ലേ? ഈവൻ എക്സ്പീരിയൻസ് ഉള്ള മെഡിക്സും ലേഡീസിലൂടെ ഏതർ ആർട്സും ഉണ്ടായിട്ടും ഒരു എലിക്സർ പേള് വേണ്ടി വന്നിരുന്നു നിന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. പിന്നെ കാണിക്കുന്നത് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. ആ സമയത്ത് തന്നെ വിസ്റ്റം പറയും ചെയ്യും, ഞാൻ നിനക്ക് അന്ന് തന്ന പേള് നീ എൽസ് പ്രിൻസസിന് കൊടുത്തു, അതുകൊണ്ട് ഉണ്ടായതെല്ലാം നീ കണ്ടല്ലോ. രണ്ടാമത് ഞാൻ വീണ്ടും തരുമുണ്ട്, പക്ഷേ ഇത് നീ തന്നെ കഴിക്കണം. ആ സമയത്ത് ആർത്തർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് എനിക്ക് മറ്റൊരു എലിക്സർ തരാൻ പറ്റത്തില്ലെന്നല്ലേ? അതെ, ഞങ്ങൾ യുദ്ധം തുടങ്ങിയതുകൊണ്ട് തന്നെ ഇനി ഞങ്ങളത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ട്രീറ്റിനെ അത് ബ്രേക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കണം. ആ സമയത്ത് വിരൻ തൻ്റെ കയ്യിലേക്ക് എന്തോന്ന് കൊണ്ടുവന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പെട്ടെന്ന് ചാടിക്കയറി സംസാരിക്കുന്നുണ്ട്, എന്നോട് ക്ഷമിക്ക്. എനിക്ക് തോന്നുന്നു നിനക്ക് ഇനിയും ഇത് ആവശ്യം വരുന്നു പറഞ്ഞിട്ട് ഒരു കഷ്ണം എടുത്ത് ആർത്തൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. റിട്ടൈനറിൻ്റെ കോഴ്സ് റിട്രീറ്റ് ചെയ്ത ടൈമിലാണ് എനിക്ക് ഇത് കിട്ടിയിട്ടുള്ളത്, താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് ആർത്തർ ഇത് മേടിക്കുകയും ചെയ്യും. ആർത്തൻ്റെ കയ്യിലിട്ടെ കുറച്ച് പൊടിയിരിപ്പുണ്ടായിരുന്നു. എന്തായാലും ഇനി ഒരു നല്ലൊരു വെപ്പൺ എനിക്ക് ആവശ്യമാണ്. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഡോബ്സിന്റെ ലാൻഡ്സ് ആയുള്ള മിക്ക എർത്ത് ബോണും ഓൾഫ്രെഡ് വാർഡനും ആരുടെ കീഴിലാണ്? താങ്കളുടെ കീഴിലാണോ അതോ റാഡിയസിന്റെ കീഴിലാണോ? പിന്നെ കാണിക്കുന്നത് ആ റൂമിലൂടെ ആർത്തർ നടക്കുന്നതാണ്. അവനാട്ടെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ കേട്ടൊക്കെ അഴിക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണാടിയിലേക്ക് നോക്കി പറയുകയും ചെയ്യും, ഞാൻ കംപ്ലീറ്റ്ലി ഒരു മെസ്സാണല്ലേ? മെസ്സാ? ഇതിനപ്പുറം ആകേണ്ടതാണ്, എന്തോ ഭാഗ്യമുണ്ട്. അതെനിക്ക് ഉറപ്പാണ്. നീയും എൻ്റെ പാരൻസും എന്തായാലും ആ ഒരു കാര്യത്തിൽ എഗ്രി ചെയ്യുന്നതായിരിക്കും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ എലിനെ ബോയിനെയാണ്. ഈ സമയത്ത് ആർത്തറും അവിടേക്ക് നടന്നു വരുന്നുണ്ടായിരുന്നു. എലിയെ ഇപ്പോൾ പറയും ചെയ്യും, നിനക്കറിയാവോ ഞാൻ ആരെയൊക്കെ കണ്ടാലും അവരെപ്പോഴും എന്നോട് പറയുന്നത് എന്നാണെന്നറിയാവോ? ഞാൻ ശരിക്കും ഭാഗ്യം ചെയ്ത ഒരാളാണെന്നാണ്. കാര്യം നിന്നെപ്പോലെ ബ്രദറിനെയാണല്ലോ എനിക്ക് കിട്ടിയത്. എന്നോട് കുശുമ്പ് തോന്നാത്ത മിക്കവർക്കും നിന്നോട് ശരിക്കും കുശുമ്പ് തോന്നാറുണ്ട്. കാര്യം നീ ഒരു ലാൻസ് ആണ്, നിനക്ക് നല്ല ടാലൻ്റ് ഉണ്ട്. അതുമാത്രമല്ല ഈവൻ കോർഡിനേറ്റർ ലീഡേഴ്സ് വരെ നിന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഞാനിതിനു മുമ്പ് ചേട്ടനോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, പക്ഷേ ചില സമയത്ത് എനിക്ക് ചേട്ടനോട് വെറുപ്പായിരുന്നു. ചേട്ടൻ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയെന്ന് ഞാൻ പല സമയത്തും ആലോചിച്ചിട്ടുണ്ട്. എനിക്ക് പ്രോപ്പർലി ഒരു ഫ്രണ്ട്സ് കിട്ടത്തില്ല, എനിക്ക് പ്രോപ്പർലി ക്ലാസ് റൂമിൽ നിന്ന് ഫുഡ് കഴിക്കാൻ സാധിക്കത്തില്ല. ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും എന്തെങ്കിലും പ്രശ്നത്തിലായിരിക്കും. ഞാൻ ചേട്ടനെയും അമ്മേനെയും അച്ഛനെയും ഈ ഒരു കാര്യത്തിൽ എപ്പോഴും ബ്ലെയിം ചെയ്യാറുണ്ട്. ഇപ്പോൾ യുദ്ധത്തിൽ ചെയ്യാൻ നേരത്തും ഞാൻ ശരിക്കും നിങ്ങളെല്ലാവരും ബ്ലെയിം ചെയ്യാറുണ്ട്. പക്ഷേ ഉള്ളത് പറയാമല്ലോ, ഞാൻ എങ്ങനെയാണ് ഇപ്പോൾ ബ്ലെയിം ചെയ്യുന്നത്? എൻ്റെ ലൈഫ് നിങ്ങളുടെയൊക്കെ വെച്ച് നോക്കാത്ത ഒന്നും തന്നെയല്ല. നിങ്ങൾ അത്രത്തോളം വേഴ്സുള്ള ലൈഫല്ലേ ഇപ്പോൾ ജീവിച്ചു കൂട്ടുന്നത്. എൻ്റെ മോസ്റ്റ് ഓഫ് ദി മെമ്മറീസ് ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചെടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ എപ്പോഴും എന്തെങ്കിലും അപകടമായിട്ട് തിരിച്ചു വരുന്നത് പോലെ ആയിരിക്കും. ഏതെങ്കിലും മോൺസ്റ്റേഴ്സായിട്ട് ഫൈറ്റ് ചെയ്താൽ കഥയും പറഞ്ഞ് അവിടെ ഇങ്ങനെ നിൽക്കും. പക്ഷേ ഞാൻ അതിൻ്റെ കെയർ പോലും കൊടുത്തില്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ചേട്ടൻ എന്തുമാത്രം സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് അതെല്ലാം ചെയ്തതെന്ന്. ചേട്ടൻ വളരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ നമ്മുടെ പാരൻസിനെ ചേട്ടൻ സേവ് ചെയ്തു. അതുമാത്രമല്ല ചേട്ടൻ എന്തൊക്കെ ത്യാഗം സഹിച്ചാണ് ഈ ഒരു നിലയിലേക്ക് എത്തിയത്.
ഈ സമയത്ത് തന്നെ ആർത്തർ എന്ത് പറയണമെന്ന് അറിയാൻ മേലത്തോണ്ട് തന്നെ പതുക്കെ അവളുടെ അടുത്തേക്ക് കൈ കൊണ്ടുപോയി അവളെ ഒന്ന് തലോടാൻ പോയപ്പോഴാണ് പെട്ടെന്ന് അവൾ ചാടി എണീച്ചത്. കൊണ്ടാരം മതിയായി മതിയായി എല്ലാം മതിയായി, എല്ലാം ഞാൻ പറഞ്ഞു. ഇപ്പോഴാണ് ഒരു ആശ്വാസമായത്. ആ ചേട്ടാ ഒരു സാധനം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവൾ നേരെ മുന്നിലേക്ക് നടക്കും. എലി പേടിക്കുന്ന വേണ്ട, ഇത് ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ നേരെ അവിടെ നിന്ന് ഒരു സാധനം എടുത്ത് കയ്യിലേക്ക് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചേഞ്ച് ചെയ്യും. അതാട്ടെ ഷാർപ്പായിട്ട് തന്നെ അതിൻ്റെ സ്ഥലത്ത് പോയി കൊള്ളിയെ ആർത്തരട്ടെ കൈ അടിച്ചിട്ട് പറയും ചെയ്യും, എലി അത് അടിപൊളിയിട്ടുണ്ടല്ലോ. പക്ഷേ ആ സമയത്ത് തന്നെ അവൾ പറയും ചെയ്യും, എനിക്ക് ഒരു സാധനം കൂടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ നേരെ രണ്ടാമത് ഒരു സാധനം കോൺസർ ചെയ്യും. അതാട്ടെ കുറച്ച് മാജിക്കലായ രീതിയിലായിരുന്നു. എന്നിട്ട് അറ്റാക്കും ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു അറ്റാക്ക് അധിക ദൂരം എത്തുന്നതിന് മുമ്പ് മാഞ്ഞു പോയെങ്കിലും ആർത്തർ ഞെട്ടി. അത് ശരിക്കും അമേസിംഗ് ആയിരുന്നു. കോപ്പ് ഞാൻ വീണ്ടും ഫെയിൽഡായി. ഞാൻ 2-3 ദിവസത്തിന് മുമ്പ് ഞാൻ കറക്റ്റ് ടാർജറ്റിൽ എത്തിയതാണ്. എലി നിനക്ക് വെറും 12 വയസ്സേ. മോസ്റ്റ്ലി നിന്റെ പ്രായത്തിലുള്ള കുട്ടികൾ അന്ന് കോൺജർ ചെയ്യാൻ തന്നെ പാടായിരിക്കും. അതൊരു ബോൾ ഓഫ് മാനാ. അപ്പോഴാണ് നീ ഒരു ആരോ ഷൂട്ട് ചെയ്തത്. അപ്പൊ പ്രാക്ടീസ് ഒക്കെ പേ ഓഫ് ചെയ്യുന്നുണ്ടല്ലേ. ആ സമയത്താണ് ഹെലനും എമിലിയും അവിടേക്ക് വരുന്നത്. അതെന്നാലും നീ കണ്ട് ശരിക്കും ഇമ്പ്രസ് ആയിരുന്നില്ലേ. എമിലിയാണ് സത്യം പറഞ്ഞാൽ നിന്റെ സിസ്റ്ററിന്റെ ആ ഒരു ഗിഫ്റ്റ് കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു ബോയൻ്റെ ആരോ ഞാൻ തന്നെ കൊടുത്ത് ഒരു ഗിഫ്റ്റായിട്ട്. ഗിഫ്റ്റോ? പിന്നെ അല്ലാതെ നീ എന്നാലും ചോദിക്കുക, പ്യുവർ മാനോ ഡിഫറൻ്റ് ഉള്ള ഷേപ്പിലേക്ക് കോൺജർ ചെയ്തെടുക്കുന്നത് അത് ശരിക്കും റെയറായുള്ള ഒരു സ്കിൽ തന്നെയാണ്. ഈ സമയത്ത് തന്നെ അവളായിട്ട് നമ്മുടെ എലിയായിട്ട് ഒരു വട്ടം തന്നെ അവിടെ കോൺജർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴാണ് ആർത്തർ ചോദിക്കുന്നത്, അല്ല നിങ്ങളെന്തിനാണ് ഡ്രസ്സപ്പ് ആയിരിക്കുന്നത്? അതുകൊള്ള ആ സെലിബ്രേഷനെ പറ്റി നിനക്കൊരു പിടുത്തമില്ലേ? സെലിബ്രേഷനോ? പിന്നല്ലാതെ റീസെൻ്റ്ലിയാണ് ഒരു റിറ്റേറിനെ ആരോ ഡിഫീറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു സെലിബ്രേഷനുണ്ട്. റീസെൻ്റ്ലി ആരോ ഡിഫീറ്റ് ചെയ്തെന്നോ? അല്ലടി അവർക്ക് അറിഞ്ഞൂടെ ആരാണ് ഡിഫീറ്റ് ചെയ്തതെന്ന്? എനിക്ക് തോന്നുന്നത് ഇല്ലെന്നാണ്. അല്ലെങ്കിലും ഈ ബിരിയാണി പാർട്ടീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനും പെട്ടെന്ന് സ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് ആർത്തർ ദൂരെ ആ ഒരു കാഴ്ച കണ്ടത്. അവൻ്റെ സ്ഥിരം ഡ്രസ്സ് കൊണ്ടൊക്കെ വരുന്ന ആ 2-3 മെയ്ഡ്സിനെ കണ്ടത്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ടെസീനെയാണ്. ഈ സമയത്ത് തന്നെ അവളുടെ അമ്മ പറയും ചെയ്യും, നിന്നെ എപ്പോഴത്തെയും പോലെ സുന്ദരിയായിട്ടുണ്ട്. പിന്നെ അമ്മ അതെപ്പോഴും പറയുന്ന കാര്യമല്ലേ. ഞാൻ സത്യമായിട്ട് പറഞ്ഞ നീ സുന്ദരിയായോണ്ടല്ലേ ഞാൻ അങ്ങനെ പറയുന്നത്. എന്തായാലും ഒരു കാര്യം ചെയ്യും, ഇപ്പം ശരിക്കും അടിപൊളിയല്ലേ. പോയി കുറച്ച് പേരുടെ ബോധം കെടുത്തിട്ട് വന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞ് വിടുകയും ചെയ്യും. പിന്നെ കാണിക്കുന്നത് അവളുടെ ടീമിനാണ്, ടെസ്സിയുടെ ടീമിനെയാണ്. പ്രിൻസസ് അടിപൊളിയായിട്ടൊരു കാണാൻ. ആദ്യമായിട്ടല്ലേ നിങ്ങളുടെ ഫ്രണ്ട് ഇങ്ങനെയൊക്കെ വരുന്നത്. ചെറിയൊരു അൺകംഫർട്ടബിൾ ഉണ്ട് കേട്ടോ. പിന്നെ അതൊന്നും കുഴപ്പമൊന്നുമില്ല, അടിപൊളിയെന്നും പറഞ്ഞിട്ട് അവർ 4 പേരും കൂടെ മുന്നിലേക്ക് നടക്കുവാണ്. ക്യാരിയ നീ സൂപ്പറായിട്ടുണ്ടല്ലോ. ഓ പിന്നെ താങ്കളെ വിളിക്കാൻ നേരത്ത് എന്നെ ആരും നോക്കാനാണ്. പെട്ടെന്നാണ് ടെസ്സെ തിരിഞ്ഞിട്ട് പറയുന്നത്, അല്ല നമുക്കൊരു കാര്യം ചെയ്തോ, നമുക്ക് സ്റ്റനാഡിന് ഒരു നീസിനെ കണ്ടുപിടിച്ച് കൊടുത്താലോ. എന്തായാലും ഈ യുദ്ധം കഴിയുന്ന നേരത്ത് അവന് ആവശ്യം വരുമല്ലോ. ഓ അങ്ങനെയാണോ, എങ്കിൽ നമുക്കൊരു കൈ നോക്കാന്ന് പറഞ്ഞിട്ട് അവർ ഓരോ തമാശയൊക്കെ പറഞ്ഞിട്ട് അവർ നേരെ മുന്നിലേക്ക് നടക്കുവാണ്. അങ്ങനെ അവർ എൻട്രൻസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും പതുക്കെ മുന്നിലേക്ക് നടന്ന് ആ സ്റ്റെപ്പിലൂടെ ആ ഒരു ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അവൻ പറയും ചെയ്യും, എനിക്ക് ഉറപ്പാണ് ഇത് വീണ്ടും ഒരു ലേമാളുടെ പാർട്ടി ആയിരിക്കും. പക്ഷേ അകത്തേക്ക് കയറിയപ്പോൾ അവർ കണ്ടത് നീണ്ടു നിവർന്നു കിടക്കുന്ന ഒരു വലിയ മനോഹരമായ പാർട്ടിയായിരുന്നു. അവിടെയുടെ പാട്ടും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ശരിക്കും അടിച്ചു പൊളിച്ച് പരിപാടിയൊക്കെ നടത്തുന്നുണ്ടല്ലോ. അല്ല ആർത്തർ അവനെ കണ്ടില്ലല്ലോ. എന്തോ പറ്റി, നീ ലവറിനെ നോക്കുവാണ്? ലവറോ? അവൻ എൻ്റെ ലവറൊന്നുമല്ല. ആർത്തർ ഇഞ്ചേർഡാണ്, എനിക്ക് തോന്നുന്നു അവൻ റെസ്റ്റിംഗ് ആയിരിക്കുന്നു. ഓ അപ്പം മൈറ്റി ലാൻസിന് ഇഞ്ചേർഡൊക്കെ വരുമല്ലോ. ഡാഡാ അടങ്ങി നിൽക്കാൻ നോക്ക്. ഓർമ്മയുണ്ടല്ലോ അവൻ്റെ കയ്യിൽ നിന്ന് നീ മേടിച്ചു കൂട്ടിയത്? പിന്നെ അത് മേടിച്ചു കൂട്ടിയൊന്നുമല്ല. അതൊക്കെ അങ്ങനെ നീ പലതും പറയും, പക്ഷെ സത്യം അത് തന്നെയായിരുന്നു. പിന്നെ ഞാൻ പോരാൻ കേട്ടാ, ഞാൻ എൻ്റെ ഫാമിലി സ്പോട്ട് ചെയ്യുന്നതുകൊണ്ട് അവിടെ ക്ലാരിനെ പിടിച്ചിട്ടുണ്ട് അവിടേക്ക് പോവുകയും ചെയ്യും. ഈ സമയത്ത് നമ്മുടെ ടെസ്സിയും അവനും ഒറ്റക്കായിട്ടുണ്ട്. ദൂരെ നിന്ന് അപ്പോഴാണ് എമിലി ഓടി വരുന്നത്. എന്നിട്ട് എമിലിയായിട്ട് പുള്ളിക്കാരി സംസാരിച്ച് നിൽക്കുവാണ്. എമിലി നീ ഇവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. അതുകൊള്ളാം, ഈ ലൈറ്റ്സൊക്കെ ആര് സെറ്റാക്കിയെന്നാണ് താങ്കൾ വിചാരിച്ചത്? അല്ല അപ്പം ഇത് അത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗിഡിയനാണ്. പുള്ളിയൊക്കെ വേണ്ടേ അവിടെ ഉണ്ട് എല്ലാ ഫുഡും വാല് വെച്ച് തിന്നിട്ടിരിക്കുകയാണ്, മോസ്റ്റർ ഗിഡിയൻ. പക്ഷെ പുള്ളിക്കാരൻ പെട്ടെന്ന് തിരിഞ്ഞിട്ട് പറയുന്നത്, ടെസ്സിയ സ്റ്റെനാഡ് നിങ്ങൾ ജീവനോടെ ഉണ്ടല്ലേ? അതുകൊള്ളാം. എന്ത് ചോദ്യമാണോ ചോദിച്ചത്? ഞാൻ ചുമ്മാ ചോദിച്ചതാണ്. എനിക്കറിയാം ഇത് ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമല്ലേ. നിന്റെ ഗ്രാൻഡ് ഫാദർ നടത്തിയ ഈ പാട്ട് എന്തായാലും കുറച്ച് അടിപൊളിയായിട്ടുണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. എന്നിട്ട് പുള്ളിക്കാരൻ വീണ്ടും അവിടെ ഇരുന്നുകൊണ്ട് വീരവാദം ഇങ്ങനെ മുഴക്കിക്കൊണ്ടിരിക്കുവാണ്. ആ സമയത്താണ് ടെസ്സിയ നൈസിലൊന്ന് തിരിഞ്ഞു നോക്കിയത്. അല്ല അത് ക്ലാരിയല്ലേ? അടുത്ത സമയത്ത് തന്നെ ഓടിച്ചെന്ന് ക്ലാര അടുത്തേക്ക് ചെന്ന് പ്രിൻസസ് ടെസ്സിയ പെട്ടെന്ന് തന്നെ നമ്മുടെ പുറകിൽ കൂടെ കർട്ടസും കാത്തലിനും വന്നിരുന്നു. ആ സമയത്ത് തന്നെ അവരെല്ലാവരും ഒരുമിച്ചു. ഈ ടൈമിൽ തന്നെ പാട്ടും ഡാൻസും എല്ലാം തുടങ്ങിയിരുന്നു. അല്ല നിനക്ക് എങ്ങനെയുണ്ട്? നിന്നെപ്പറ്റി ഓർത്ത് ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചിരുന്നു നിനക്കറിയാവോ? ആ സമയത്താണ് പുള്ളിക്കാരി പറഞ്ഞത്, അങ്കിൾ കാസ്പിയൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഒന്ന് പുറത്തോട്ട് പോയാന്ന് പറഞ്ഞിട്ട് അവർ നേരെ അവിടെ ഒരു ബാൽക്കണിലേക്ക് നടന്നു. കർട്ടസ് നീ ഇപ്പോൾ ലാൻസറിലെ ഒരു ടീച്ചറാണല്ലേ? അതുകൊള്ള ലാൻസറിലെ ടീച്ചറാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല.
സത്യം പറഞ്ഞാൽ എനിക്ക് സൈറസിനോടായിരുന്നു താല്പര്യം. പക്ഷേ യുദ്ധമൊക്കെ ഉള്ള കാരണം ലാൻസറിൽ എന്തായാലും അത്യാവശ്യമായിട്ട് ഒരു ടീച്ചറിന് വേണ്ടി വന്നു. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാനും അവിടെ തന്നെ കയറി. അല്ല കാതലിൻ, നീ ഇപ്പോൾ ലാൻസിന്റെ കീഴിലാണല്ലേ? പ്രിൻസസ് ടെസിയ, താങ്കളിപ്പോൾ നല്ലൊരു ടീമിനല്ലേ നയിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എന്നെ ടെസി എന്ന് മാത്രം വിളിച്ചാൽ മതി. കുഴപ്പമില്ല, ഞാൻ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കൂടാൻ നേരത്ത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല കുശുമ്പുഴ കേട്ടോ. നിങ്ങളെല്ലാവരും ശരിക്കും സ്ട്രോങ്ങറായി മാറി. അല്ല, നിന്റെ ഇഞ്ചുറീസ് അതിപ്പോഴും അല്ല അത് മോസ്റ്റ്ലി ഹീൽഡ് ആയിട്ടുണ്ട്. എങ്കിൽ പിന്നെ എന്താ, നീ ഞങ്ങളുടെ യുദ്ധത്തിന് കയറി നമുക്ക് എന്തായാലും ഒരുമിച്ച് നിന്നുകൊണ്ട് ഫൈറ്റ് ചെയ്യാമല്ലോ. അത് പറ്റത്തില്ല. എൻ്റെ ഫിസിക്കൽ ഇഞ്ചുറീസ് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർക്കാർക്കും എൻ്റെ മാനക്കോറ് ഫിക്സ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. എനിക്കിനി മുതൽ മാജിക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കേട്ടപ്പോൾ അവർ 3 പേരും ഒരേപോലെ തന്നെ ഞെട്ടി. ഞാനിപ്പോൾ ബ്ലേഡ് ഹെഡ് സോഡിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ളത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ബാക്കിയുള്ള സോൾജേഴ്സിനൊക്കെ എനിക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് പറ്റുമല്ലോ. അങ്ങനെയെങ്കിലും ഈ വാറിന് വേണ്ടി ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് നോക്കുന്നുണ്ട്. ആ സമയത്താണ് കാതലിൻ പറഞ്ഞത്, നിനക്ക് ഇത്രയൊക്കെ സംഭവിച്ചു എന്നിട്ടും നീ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ലേടി. അത് തന്നെ വലിയ കാര്യം. പെട്ടെന്നാട്ടെ അവളുടെ കണ്ണ് നിറഞ്ഞു. എന്നിട്ട് താങ്ക്സ് പറയുകയും ചെയ്യും. ഇത് കുറച്ച് എംബാരസിങ് അല്ലേ? എനിക്ക് കരയാനൊന്നും വലിയ താല്പര്യമില്ല. അത് കുഴപ്പമൊന്നുമില്ല, അതങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ആ ടൈമിൽ കാർട്ടസാട്ടെ ഒരു ടിഷ്യൂ കൊണ്ടേ കൊടുക്കുകയും അവളട്ടെ അവിടെ നിൽക്കുകയും ചെയ്യും. ആ സമയത്താണ് അവളത് പറയുന്നത്. പിന്നൊരു കാര്യം കൂടാ, ഇത് ആർത്തനോട് പറയണ്ട കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ഞാൻ ശരിക്കും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവനിന്ന് സൈറസ് അക്കാഡമിനെ ഹെൽപ്പ് ചെയ്തിട്ട് എനിക്ക് തിരിച്ചൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. അതെനിക്ക് മനസ്സിലായി. ഈ സമയത്ത് തന്നെ ടെസി ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുവാണ്. എങ്കിൽ ബാ നമുക്ക് തിരിച്ചകത്തേക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് അവർ നേരെ അകത്തേക്ക് കയറാനിട്ട് പോയി. നീ എന്തായാലും തന്നെ കാണണം, നിന്റെ അത്രയും തന്നെ ആയിട്ടുണ്ട്. അതുമാത്രമല്ല അവൻ കുറച്ച് വലുതായി. പ്രിൻസസ്, താങ്കൾ എന്തായാലും അവനെ നോട്ടീസ് ചെയ്തിരിക്കുന്നല്ലോ അവൻ വളർന്ന കാര്യം. ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അല്ല കാതലിൻ, അപ്പോൾ നിനക്കൊരു റൈവലിനെ കൂടെ കിട്ടിയല്ലോ. അതൊരു ലവ് റൈവൽ. അല്ല, നിന്റെ ഫീലിങ്സ് ഒന്നും നീ പുറത്തേക്ക് പറഞ്ഞില്ലേ? ഇത് കേട്ടപ്പോൾ കാർട്ടസ് ശരിക്കും ഞെട്ടി. എന്താണ് പറഞ്ഞത്? റൈവലിൻ ലവോ? ആർത്തറിന്റെ ബെസ്റ്റ് പ്രിൻസസ് ടെസിയെ തന്നെയാണ്. അങ്ങനെ വിട്ടുകൊടുക്കല്ലേ, ഒരു ഫൈറ്റില്ലാതെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? ആർത്തന്റെ ഭാഗത്ത് വെച്ച് നോക്കാത്ത പ്രിൻസസ് കാതലിൻ ശരിക്കും ഒരു ക്യൂട്ടല്ല ക്വയറ്റ് ടൈപ്പ് ആയിരിക്കും. പെട്ടെന്നായിരുന്നു ക്ലാരിയുടെ പുറയിൽ കൂടെ ഒരാൾ നടന്നു വന്നത്. അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ ലാൻസ് വേറിയായിരുന്നു. നിങ്ങളെ 3 പേരെയും ഞാൻ എസ്കോർട്ട് ചെയ്യാനായിട്ടാണ് ഇവിടേക്ക് വന്നത്. മിസ്സസ് ബ്ലേഡ് ഹാർട്ട്, താങ്കൾക്കും ഞങ്ങളുടെ വരാവുന്നതാണ്. അല്ല ക്ലാരിയ, നീ ഓക്കെ അല്ലേ? ഈ സമയത്ത് ക്ലാരിയ നന്നായിട്ട് വിയർക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓക്കെയാണ്. ജനൽ വേറി പുള്ളിക്കൻ്റെ ഔറേമാനെ സർപ്പസ് ചെയ്തിരുന്നെങ്കിലും അത് എന്നെ ഒരു സെക്കൻഡേക്ക് പാരലൈസ് ചെയ്തതാണ്. കാര്യം എനിക്ക് മാനൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് അവരെല്ലാവരും ആ പാർട്ടിയിലേക്ക് നടന്നു വന്നതാണ്. ഈ സമയത്ത് തന്നെ വിരിയൻ പറയുകയും ചെയ്യും, നിങ്ങളെന്തായാലും ഇതിനുവേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു എന്ന് എനിക്കറിയാം. ചെറിയൊരു ഇവൻ്റാണ് ഞാനിവിടെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ആൾക്കാരും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പോസിറ്റീവായുള്ള ന്യൂസാണ് എനിക്ക് നിങ്ങളോട് പറയാൻ താല്പര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനിത് നിങ്ങളെ കാണിച്ചു തരാം. ഈ യുദ്ധത്തിൻ്റെ നമ്മുടെ ആദ്യത്തെ വിജയം എന്ന രീതിയിൽ എനിക്ക് നിങ്ങളെ ഇത് കാണിച്ചു തരാനായിട്ട് സാധിക്കും. നമ്മുടെ ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞാണ് പുള്ളിക്കാരനെ അതവിടെ റിവീൽ ചെയ്യുന്നത്. ഇത് കാണുന്നിടത്ത് ടെസിയും ബാക്കിയുള്ളവരും എല്ലാവരും ഞെട്ടിത്തെറിച്ചിരുന്നു. കാര്യം അതാട്ടെ ഒരു റിട്ടൈനറിൻ്റെ ബോഡിയാണ്. അതൊരു റിട്ടൈനറല്ലേ, അതിൻ്റെ അതിൽ ഐസാണ്. സോ അത് വാരി ആയിരിക്കും വെച്ചിട്ടുള്ളത്. പക്ഷേ പുള്ളിക്കാരി വാരിനെ നോക്കിയപ്പോഴാണ് വാരിയും അതേപോലെ സർപ്രൈസ് ആയിട്ടിരിക്കുന്നത് കാണുന്നത്. അത് അവളും സർപ്രൈസാണ്. സോ ബേസിക്കലി അത് അവളായിരിക്കത്തില്ല. ആൻഡ് ഇത് ഡിഫീറ്റ് ചെയ്തത് മറ്റാരുമല്ല, നമ്മുടെ ഏറ്റവും പുതിയ യങ്ങസ്റ്റ് ലാൻസായിട്ടുള്ള ആർത്തർ ലിവൻ എന്ന് പറഞ്ഞിട്ട് ആർത്തർ അവിടേക്ക് കയറി വന്നുകൊണ്ടാണ് ഈ ഒരു കിടിലൻ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.